30 ദിവസം എന്ന് പറയുമ്പം ഭയങ്കര ചാലഞ്ചിങ് ആയിരിക്കും. എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവുന്ന ആരും പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു. അടുത്ത ദിവസം എനിക്ക് ഭ്രാന്താവും. അനുഭവത്തിലൂടെയാണ് ഇതെല്ലാം ഞാൻ പഠിച്ചത്. വികാരങ്ങളിൽ ഭയങ്കര ചേഞ്ച് തോന്നും. എന്നിട്ട് താരതമ്യം ചെയ്യാനൊന്നും നിൽക്കണ്ട. ഹായ് ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പോൾ പുതിയൊരു യൂട്യൂബ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രസവം കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ 30 ദിവസം അതല്ലെങ്കിൽ 40 ദിവസം നമ്മുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. അതായത് ഗർഭകാലത്തെക്കുറിച്ച് എല്ലാവരും കൂടുതലും സംസാരിക്കാറുണ്ട്, വീഡിയോസൊക്കെ ഒരുപാട് ചെയ്യാറുണ്ട്. പക്ഷേ പ്രസവം കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് അധികം ആരും സംസാരിക്കാറില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ എൻ്റെ ആദ്യത്തെ 40 ദിവസം എൻ്റെ ലൈഫിൽ വന്ന ആ ഒരു ചേഞ്ചസ് എന്തൊക്കെയാണ്. അതിപ്പോൾ നിങ്ങളൊരു പ്രഗ്നൻറ്റ് വിമൺ ആണ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഡെലിവറി കഴിഞ്ഞ ഒരു വിമൺ ആണെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു വീഡിയോ കണ്ടിരിക്കുക. അപ്പം അധികം ആരും എനിക്കും പറഞ്ഞു തരാത്ത, എൻ്റെ ലൈഫിൽ ഞാനും പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങളാണ് ഉണ്ടായത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കിത് സംസാരിക്കാം. അപ്പോൾ ആദ്യം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട കോമൻസും കോമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ വേണ്ടി മറക്കണ്ട. അപ്പം നമുക്ക് അധികം വലിച്ചു നീട്ടാണ്ട് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ശരീരത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, ഒന്ന് കണ്ട് നോക്കുക. അപ്പോൾ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് പ്രഗ്നൻ്റ് ആവുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ചേഞ്ചസ് വരും അല്ലേ. ചിലപ്പോൾ നമ്മളൊന്ന് തടിച്ചെന്നൊക്കെ വരാം അല്ലേ, അല്ലെങ്കിൽ നമുക്ക് പിഗ്മെൻറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ പോകണമെന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ വയറ്, അതായത് യൂട്രസ് കുഞ്ഞിന് കിടക്കാൻ പാകത്തിന് വലുതായിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഓരോ മാസം കഴിയുന്തോറും, ഓരോ ആഴ്ച കൂടുന്തോറും ഇങ്ങനെ വളർന്ന് വളർന്ന് വരികയാണ്. അപ്പോൾ നമ്മൾ ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ ആ ഒരു യൂട്രസ് തിരിച്ചു പഴയ രീതിയിൽ, അതായത് തിരിച്ച് പഴയ ഫോമിലേക്ക് വരണമെന്നില്ല. അതിന് കുറച്ച് ടൈം കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മുടെ ഡെലിവറി കഴിഞ്ഞ ഉടനെയും നമ്മുടെ വയറൊക്കെ ചാടിക്കിടക്കുന്നത് അല്ലേ. നമുക്ക് ബെല്ലി നല്ലപോലെ അറിയാൻ പറ്റുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് പതുക്കെ ശരീരത്തിന് ഹീലാവാനുള്ള ഒരു സമയം കൊടുത്താൽ മാത്രമേ നമ്മുടെ ശരീരം ഹീലായിട്ട് തിരിച്ചു വരത്തുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ ബോഡിയിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ചിലർക്ക് ചിലപ്പോൾ ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ പഴയ പോലെ പെട്ടെന്ന് വയറൊക്കെ ഉള്ളിലോട്ട് പോവാം. ഇപ്പം എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനെയായിരുന്നു. ഡെലിവറി കഴിഞ്ഞ് 1-2 ദിവസം, അല്ല കഴിഞ്ഞ ഉടനെ തന്നെ ചെറുതായിട്ടിങ്ങനെ ബൾജ് ചെയ്ത് വയറിരുന്നെങ്കിലും പിന്നീട് പെട്ടെന്ന് തന്നെ വയറൊക്കെ അങ്ങോട്ട് താരാൻ തുടങ്ങി. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഞാൻ പഴയ പോലെ ആയതുപോലെ തോന്നി. ചെറിയ ഒരു കുഞ്ഞ് കിടന്നതിൻ്റെ വയറ് വലിവ് കാണുമല്ലോ, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് പെട്ടെന്ന് തന്നെ വയറ് കുറഞ്ഞ പോലെ തോന്നി. അപ്പോൾ ചിലരെന്ന് പറയുന്നത് അറിയാമല്ലോ, ശരീരത്തിൽ പെട്ടെന്ന് ഡെലിവറി കഴിയുമ്പോഴും പെട്ടെന്ന് കയറി നല്ലപോലെ വണ്ണം വെക്കാൻ ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ ബോഡിയാണല്ലോ. അപ്പോൾ അവരുടെ ബോഡി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ കണ്ടിട്ട് താരതമ്യം ചെയ്യാനൊന്നും നിൽക്കേണ്ട. ഓക്കെ. ഡെലിവറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് സമയം നമ്മുടെ ബോഡിക്ക് നൽകുക. അപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബോഡി പഴയ രീതിയിൽ ആവും. അങ്ങനെ എൻ്റെ ലൈഫിൽ എനിക്ക് ഉണ്ടായ ആദ്യം കുഞ്ഞ് ജനിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് ഈ ബോഡിയിലുണ്ടായ ചേഞ്ചസ് ആണ്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ രാത്രിയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇത്ര ലൈറ്റ്സൊക്കെ ഉള്ളൂ. എല്ലാവർക്കും നല്ല രീതിയിൽ കാണാമല്ലോ അല്ലേ. ഇന്നൊരു ദിവസം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. സാധാരണ ഡേ ടൈമിലാണ് എടുക്കാറുള്ളത്. ഇന്ന് എനിക്ക് എടുക്കാൻ പറ്റില്ല വീഡിയോ. എമറു ഉറങ്ങിയില്ലായിരുന്നു. ഇപ്പോഴാണ് അവൾ ഉറങ്ങുന്നത്. ഉറങ്ങുന്ന ഗ്യാപ്പിലാണ് ഞാൻ വന്ന് വീഡിയോ എടുക്കുന്നത്. ഓക്കെ. ഇന്നിപ്പോൾ റൂമിൽ അവൻ ആ റൂമിൽ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ഞാൻ തൽക്കാലം ഈ റൂമിൽ ഇരുന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി എനിക്ക് ഉണ്ടായ രണ്ടാമത്തെ ഭയങ്കര ഒരു ചേഞ്ച് എന്ന് പറയുന്ന ഒരു ചാലഞ്ചിങ് ആണെന്ന് പറയാം. നമുക്ക് ഡെലിവറി കഴിഞ്ഞ ഉടനെ നമ്മുടെ ലൈഫിൽ ഉറക്കമില്ല. ഞാനാണെങ്കിൽ കല്യാണത്തിന് മുന്നേ വരെയും നല്ലപോലെ ഉറങ്ങുന്ന കുംഭകർണി എന്നാണ് എന്നെ എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത്. നല്ലപോലെ ഉറങ്ങുന്ന ഒരാളായിരുന്നു. പക്ഷേ ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഉറക്കം അങ്ങ് മൊത്തത്തിൽ പോകും. പിന്നെ നമ്മൾ ബ്രസ്റ്റ് ഫീഡും കൂടെ ചെയ്യുമ്പം 2 വയസ്സ് വരെ കുഞ്ഞിന് പാല് കൊടുക്കുകയാണെങ്കിൽ അത്രയും കാലവും നമ്മുടെ ഉറക്കം പോയെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഡെലിവറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആദ്യത്തെ 30 ദിവസം എന്ന് പറയുമ്പം ഭയങ്കര ചാലഞ്ചിങ് ആയിരിക്കും. ഉറക്കം തീരെ കാണില്ല. കാരണം കുഞ്ഞ് പൊതുവേ രാത്രിയായിരിക്കും ഈ ബേബീസ് ജനിച്ച ഉടനെ, അവർക്ക് രാത്രിയും പകലും എന്ന് പറഞ്ഞുകൂടെയല്ലോ ഉണർന്നിരിക്കുന്നത്. നമ്മളിങ്ങനെ ഓരോ 2-3 മണിക്കൂർ ഡയപ്പർ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ കുഞ്ഞിനെ ഫീഡ് ചെയ്യണം. ഉറങ്ങൂല്ല. അപ്പോൾ എടുത്തോണ്ടൊക്കെ നടക്കണം. അപ്പോൾ നമുക്ക് ഒട്ടും ഉറക്കം വരില്ല. എൻ്റെ അവസ്ഥയും അങ്ങനെയായിരുന്നു. എനിക്ക് എംബ്രോ ആണെങ്കിൽ ഒട്ടും രാത്രിയാകുമ്പോൾ ഉറങ്ങൂലായിരുന്നേ. അല്ല, ആദ്യത്തെ 2 ആഴ്ച നല്ലപോലെ ഉറങ്ങുമായിരുന്നു. പിന്നെ പിന്നെ അങ്ങോട്ട് അവന് ഉറക്കമൊക്കെ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ വന്ന് ഉറക്കമൊക്കെ കുറഞ്ഞു. അപ്പോഴത്തേക്ക് എൻ്റെ ഉറക്കവും പോയി. ചില സമയമൊക്കെ എനിക്ക് വൈകിട്ടൊക്കെ ആകുമ്പോൾ ഒരു 4 മണിയാകുമ്പോൾ എൻ്റെ കിളിയൊക്കെ പോവും. ഉറക്കം വന്ന് ഓട്ടോമാറ്റിക്കായി കണ്ണൊക്കെ അടഞ്ഞു പോവും. അങ്ങനത്തെ അവസ്ഥ വരും. അപ്പോൾ
ഒരമ്മയായി കഴിയുമ്പോഴത്തേക്കും നിങ്ങളിതൊക്കെ എക്സ്പെക്റ്റ് ചെയ്യണം. നമുക്ക് ഉറക്കം തീരെ കിട്ടൂല എന്നൊക്കെ എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? കുഞ്ഞ് ജനിക്കുമ്പോഴത്തേക്കും ഉറക്കമൊന്നും കിട്ടൂലാന്ന്. അപ്പോൾ നമ്മുടെ ലൈഫിൽ വരുന്ന ഏറ്റവും വലിയ ചേഞ്ച്, രണ്ടാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു ഉറക്കമില്ലായ്മ തന്നെയാണ്. അടുത്തതായിട്ട് നമ്മുടെ ലൈഫിൽ ഡെലിവറി കഴിഞ്ഞ 30 ദിവസത്തിനുള്ളിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രധാന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് മൂഡ് സ്വിങ്സ് ആണ്. അതായത് നമ്മുടെ മൂഡ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നമുക്ക് വികാരങ്ങളിൽ ഭയങ്കര ചേഞ്ച് തോന്നും. നമുക്ക് ദേഷ്യം, സങ്കടം, പ്രത്യേകിച്ച് ഉറക്കമില്ലല്ലോ, തീരെ ഉറക്കം കാണില്ല. ഇപ്പോൾ നോർമൽ ലൈഫിലാണെങ്കിലും അങ്ങനെയല്ല. നമുക്ക് ഉറക്കമില്ലെങ്കിൽ പിന്നെ അടുത്ത ദിവസം പല ആക്ടിവിറ്റീസ് നമ്മുടെ റുട്ടീൻ ലൈഫ് പോലും നമുക്ക് ചെയ്യാൻ പറ്റൂല. ഭയങ്കര എന്താണ് ഒരു സ്ട്രെസ്സും ദേഷ്യമൊക്കെ കാണുമല്ലോ അങ്ങനെ. ഇപ്പോൾ ഹെഡേക്ക് ആണെങ്കിലും അങ്ങനത്തെ പ്രശ്നങ്ങൾ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉറക്കവും ഒന്നും ഇല്ലാതെ വരുമ്പോൾ പിന്നെ നമ്മുടെ ലൈഫിൽ ഒരു പുതിയ ഒരു വ്യക്തി വന്നിട്ടുണ്ട്. അവർക്ക് നമ്മൾ കൂടുതൽ പ്രയോറിറ്റീസ് കൊടുക്കുന്നു. പിന്നെ നമ്മുടെ ബോഡിയിലൊക്കെ ഒരുപാട് പെയിൻ ഉണ്ട് അല്ലേ? അപ്പോൾ അതെല്ലാം കൂടെ കാരണം നമുക്ക് ഭയങ്കരമായിട്ട് മൂഡ് സ്വിങ്സ് ഉണ്ടാവും. ചിലപ്പോൾ കുഞ്ഞിൻ്റെ അടുത്ത് പോലും ദേഷ്യം ഉണ്ടാവും. ഹസ്ബൻഡിൻ്റെ അടുത്ത് ദേഷ്യമായിരിക്കും. നമ്മുടെ ചുറ്റും ആരൊക്കെ ഉണ്ടോ, സപ്പോർട്ടായിട്ട് ആരൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെ അടുത്ത് നമുക്ക് ദേഷ്യം തോന്നാം. ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണേ. അപ്പോൾ എനിക്കും എൻ്റെ ലൈഫിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തായിരുന്നു ഭയങ്കര ദേഷ്യം. ചില സമയം എനിക്ക് കുഞ്ഞിൻ്റെ അടുത്തും ദേഷ്യം വരാറുണ്ടായിരുന്നു. ചില സമയം എനിക്ക് എൻ്റെ അടുത്ത് തന്നെ ദേഷ്യമായിരുന്നു. അപ്പോൾ ഈ ഒരു മൂഡ് സ്വിങ്സും ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞ് ആദ്യത്തെ 1 മാസത്തിനുള്ളിൽ എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവുന്ന ഒരു പുതുതായിട്ടുണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ വരുന്ന ഒരു സുപ്രധാന ചേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക. മുലയൂട്ടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എനിക്കും അതിനെപ്പറ്റി വലുതായിട്ട് അറിഞ്ഞുകൂടായിരുന്നു. എനിക്കും ആരും പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു. സോ ഞാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് ആ ഒരു കാര്യത്തിലാണ്. അതായത് നമ്മൾ ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ അടുത്ത നിമിഷം മുതൽ ചിലപ്പോൾ നമ്മുടെ കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റ് മദറൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ലാച്ച് ചെയ്യിക്കാനൊന്നും അറിഞ്ഞുകൂടായിരിക്കും. കുഞ്ഞിനെ എങ്ങനെ കുടിക്കണമെന്ന് പറഞ്ഞിട്ട് നമുക്കെങ്ങനെ കുഞ്ഞിന് പാല് കൊടുക്കണമെന്നും അറിഞ്ഞൂടാ. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ അനുഭവിക്കുന്നത്. ഭയങ്കര പെയിനായിരിക്കും. ചില സമയം നമുക്ക് തോന്നിപ്പോവും ഡെലിവറി ചെയ്യാൻ പോലും ഇത്രയും വേദന ഇല്ലായിരുന്നു എന്ന്. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ പാല് കൊടുക്കാനാണ് ഭയങ്കര ബുദ്ധിമുട്ട്. ഭയങ്കര പെയിനായിരുന്നു. എനിക്കും അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പാല് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ബ്രസ്റ്റ് പെയിൻ നമ്മൾ അനുഭവിക്കേണ്ടതാണ്. ബ്രസ്റ്റ് പെയിൻ അല്ലെങ്കിൽ നിപ്പിൾ പെയിൻ. ബ്രസ്റ്റ് പെയിൻ എന്ന് പറയുന്നത് ഇപ്പോൾ പാല് വരുന്ന സമയത്ത് ഇപ്പോൾ കുഞ്ഞിന് കൊടുക്കാതിരിക്കുന്ന കുറച്ചൊന്ന് ലേറ്റായി കഴിഞ്ഞാൽ ബ്രസ്റ്റിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അതായത് എൻഗോർജ്മെൻ്റ് ഉണ്ടാവാം. അതുപോലെ നമുക്കൊരു ചെറിയതായിട്ട് ഒരു പെയിനും തരിപ്പ് പോലെയൊക്കെ തോന്നാം. അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടാവും. അതൊക്കെ കാരണം ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളാണ്. നമുക്കെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇതെല്ലാം ഞാൻ അനുഭവത്തിലൂടെയാണ് പഠിച്ചത്. എനിക്കാരും പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അതുപോലെ ചിലപ്പോൾ നിങ്ങൾക്കും അറിഞ്ഞുകൂടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ വന്നിരുന്ന് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഒന്ന് പ്രസവിക്കാൻ പോകുന്നവരൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചിട്ട് പോകുന്നത് നല്ലതാണ്. ഓക്കെ. ആദ്യം കുറേ നാൾ കഷ്ടപ്പാടായിരിക്കും. എനിക്കൊരു 2, 3 മാസം വരെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെയാണ് ശരിയായത്. ഒരു 3 മാസം വരെ ഞാൻ നല്ല രീതിയിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ വേണ്ടി സഫർ ചെയ്തിരുന്നു. അപ്പോൾ ചിലപ്പം 1 മാസത്തിനുള്ളിൽ ശരിയാവും. നിപ്പിളിൽ ക്രാക്ക് ഉണ്ടാവാം. അങ്ങനത്തെ പ്രശ്നങ്ങളും ബ്ലീഡിങ് ഉണ്ടാവാം. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവാം. സോ ഇതും സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചോ? പിന്നെ വരുന്ന നമുക്കൊരു ചേഞ്ച് എന്ന് പറയുന്നത് ബോഡിയിൽ നല്ലപോലെ പെയിൻ കാണും. ഡെലിവറി കഴിയുമ്പോൾ ഇപ്പം എൻ്റെ നോർമൽ ഡെലിവറി ആയിരുന്നു. സി സെക്ഷൻ ആണെങ്കിലും അറിയാലോ, ഓപ്പറേഷനാണ്. അപ്പോൾ അത് കഴിയുമ്പം അതിൻ്റേതായ പെയിൻ കാണും. അതല്ലാണ്ട് ഇപ്പോൾ എൻ്റെ നോർമൽ ഡെലിവറിയും കുറച്ച് പ്രൊലോങ്ഡ് ആയത് കാരണം ഞാൻ കുറച്ചൊന്ന് പുഷ് ചെയ്യാനൊക്കെ ലേറ്റ് ആയത് കാരണം എനിക്ക് നല്ല രീതിയിൽ ടൈം എടുത്തിങ്ങനെ പുഷ് ചെയ്യേണ്ടി വന്നു. പുഷ് ചെയ്യാൻ അറിഞ്ഞുകൂടായിരുന്നല്ലോ, ഫസ്റ്റ് ഡെലിവറിയും കൂടെ ആകുമ്പോൾ. അപ്പോൾ നമുക്കത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ വരുമ്പോഴായിരിക്കും 2 ദിവസം കഴിയുമ്പോൾ നമുക്കതിൻ്റെ വേദനയൊക്കെ അറിയാവുന്നത്. എനിക്ക് റിബ്സിലൊക്കെ ഭയങ്കര പെയിനായിരുന്നു. ബോഡി പെയിൻ നല്ല പോലെ കാണും. ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്നെ നോക്കാൻ നിന്ന മാമിയാണ് പറഞ്ഞത് അത് ഡെലിവറി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് വേദനയൊക്കെ വരുമെന്ന്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ വേദനയും സഹിക്കണമെന്ന്. എന്തൊക്കെ വേദനകളാണ് നമ്മൾ ഡെലിവറി കഴിഞ്ഞ് സഹിക്കേണ്ടത്. അപ്പോൾ പലതരത്തിലുള്ള വേദനകളും നമുക്കുണ്ടാവും. പിന്നെ സ്റ്റിച്ചിൻ്റെ പെയിൻ വേറെ കാണുമല്ലോ, ഇരിക്കാൻ നിൽക്കാൻ ബുദ്ധിമുട്ട് അങ്ങനത്തെ കാര്യങ്ങൾ വരും കേട്ടോ. പിന്നെ സ്റ്റിച്ച് ഉണങ്ങുന്നതനുസരിച്ച്, മുറിവ് ഉണങ്ങുന്നതനുസരിച്ച് നമുക്ക് വേദന കുറയും. അപ്പോൾ എനിക്ക് 40 ദിവസം വരെയും നല്ല രീതിയിൽ പെയിൻ ഉണ്ടായിരുന്നു. അത് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുന്നത് അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. ഡോക്ടർമാരെയും അവരുടെ ബോഡിയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അത്തരത്തിൽ നല്ല പെയിൻ കാണും. ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് യാതൊരു ചെറുതായിട്ട് പെയിനൊക്കെ ഉണ്ടാവും എന്നുള്ളത് അറിയായിരുന്നു. പക്ഷേ കൂടുതലായിട്ട് എനിക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ട് അനുഭവത്തിലൂടെയാണ് ഇതെല്ലാം ഞാൻ പഠിച്ചത്. ഇനി അടുത്തതായിട്ട് നമ്മുടെ ലൈഫിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത് നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ടാവും. നമ്മുടെ പ്രയോറിറ്റി കംപ്ലീറ്റ് ആയിട്ടും മാറുമല്ലേ. സെൽഫ് കെയർ തീരെ കാണില്ല. നമ്മൾ കുഞ്ഞിനെ ആയിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുന്ന. ചില സമയം ഞാൻ തന്നെ എൻ്റെ മുടി പോലും കെട്ടാണ്ടും കുളിയും നനയൊക്കെ അതിൻ്റേതായ ഒരാൾ നോക്കാനുള്ളത് കൊണ്ട് അങ്ങനെ അതിൻ്റേതായ വഴിക്കൊക്കെ പോയി. കൂടുതലും
40 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഒട്ടും ശ്രദ്ധിക്കാണ്ടായത്. കാരണം ആ സമയത്ത് കുഞ്ഞിനെ നോക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമില്ലല്ലോ. നമ്മളെ കാര്യങ്ങളും കുഞ്ഞിൻ്റെ കാര്യവും നോക്കി പോകും. അത് കഴിയുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് നമ്മളെ തന്നെ മറന്നു പോകും. അല്ലേ? ടേക്ക് കെയർ ആവും. നേരത്തേക്കാൾ നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങിയൊക്കെ നടന്നതൊക്കെ മാറും. മുടി പോലും കെട്ടാണ്ടായിരിക്കും നമ്മൾ ഓടുന്നത്. ഫസ്റ്റ് എപ്പോഴും കുഞ്ഞിൻ്റെ കാര്യമായിരിക്കും നോക്കുന്നത്. അപ്പം സെൽഫ് കെയറിങ് നല്ല രീതിയിൽ കുറയും. അത് നിങ്ങൾക്ക് ഡെലിവറി കഴിയുമ്പോഴത്തേക്കും മനസ്സിലാവും. അപ്പോൾ ഗൈസ്, എൻ്റെ ലൈഫിൽ അതായത് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഇത്രയും ചേഞ്ചസ് ആണ് മെയിനായിട്ട് ഉണ്ടായത്. ഓക്കെ. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാത്ത പല കാര്യങ്ങളും നിങ്ങൾക്കും അറിഞ്ഞൂടെങ്കിൽ നിങ്ങളും അറിയാണ്ട് ഡെലിവറിക്കോ ഒന്നും പോകണ്ടാന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണം ലൈഫിൽ. ഇന്ന ഇന്ന കാര്യങ്ങൾ ഡെലിവറി കഴിയുമ്പോഴത്തേക്ക് സംഭവിക്കാമെന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ. നമുക്കൊരു സന്തോഷം വരും. കുഞ്ഞ് ജനിക്കുമ്പോഴത്തേക്കും സന്തോഷം വരും. അതോടൊപ്പം തന്നെ പല ചാലഞ്ചിങ് ആയിട്ടുള്ള പല സമയങ്ങളും നമ്മുടെ ലൈഫിലും ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇതെല്ലാം കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. അതിലാണ് കാര്യം ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളാണ് പറഞ്ഞത്. എനിക്ക് ഡെലിവറി കഴിഞ്ഞപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓരോ അമ്മമാർക്കും ഡിഫറൻ്റ് ആയിരിക്കും. സോ ഗൈസ്, നിങ്ങളിപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഉള്ള ഒരു അമ്മയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നു, നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോ എടുത്താലും ഗ്യാസ് വരും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണ് പറഞ്ഞു വന്നത്, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ആദ്യത്തെ 30 ദിവസം സ്ട്രഗ്ലിംഗ് ആയിരുന്നോ, ചാലഞ്ചിങ് ആയിരുന്നോ, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് ഒന്ന് കോമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. 1-2 കോമൻറ്റ്സ് ഒക്കെ എനിക്ക് എക്സ്ട്രാ വരുന്നുണ്ട് പല കാര്യങ്ങളും ചോദിച്ചിട്ട്. അതിനെ പറ്റിയൊക്കെ വീഡിയോ ചെയ്യണമെന്നുണ്ട്. ഞാൻ ചെയ്യാവേ. കുറച്ചൊന്ന് ലാഗ് ആവുന്നുണ്ട്. എല്ലാവരും ക്ഷമിക്കണം. എന്നാലും ഞാൻ വീഡിയോ ചെയ്ത് പറ്റുന്ന പോലെ ഇടാവേ. അപ്പോൾ ശരി, ഇനി നമുക്ക് പുതിയൊരു വീഡിയോ കാണാം. ടാറ്റാ.